കോതമംഗലത്ത് വീണ്ടും നാടകീയ നീക്കവുമായി പോലീസ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. പൊതുമുതൽ നശിപ്പിച്ചതിന് മൂവാറ്റുപുഴ DYSPക്ക് ലഭിച്ച പുതിയ പരാതിയിലാണ് അറസ്റ്റ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും കോടതി മുറിക്കുള്ളിൽ കയറി. കോടതി വളപ്പിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു പരാതി, അതിലുള്ള നടപടികൾ, കോടതി നടപടികൾ നടക്കുന്നു, അതിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പരാതിയിലേക്ക്, ആ പരാതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണോ? ഒരു സ്റ്റണ്ട് പടത്തെ വെല്ലുന്ന സീനാണ് അല്പസമയം മുമ്പ് ഈ കോതമംഗലം കോടതിയിൽ കാണാൻ സാധിച്ചത്. അതായത് രാവിലെ ഈ കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLAയും മുഹമ്മദ് ഷിയാസും ജാമ്യമെടുക്കുന്നു. ഉച്ചയോടുകൂടി ഇരുവർക്കും ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു. ആ മാധ്യമങ്ങളെ കണ്ടൊന്ന് തിരിയുമ്പോൾ തന്നെ വീണ്ടും മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കാൻ AJ തോമസ്, മൂവാറ്റുപുഴ DYSP രംഗത്ത് വരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും മാത്യു കുഴൽനാടനും അടക്കമുള്ളവർ തടയുന്നു. അപ്പോഴാണ് പറയുന്നത് ഒരു PDPP പൊതുമുതൽ നശിപ്പിക്കൽ കേസ് ഷിയാസിനെതിരെ ഉണ്ട് എന്നുള്ളത്. അതിൽ പോലീസിന്റെ വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചു എന്നൊരു കുറ്റം കൂടിയുണ്ട്. അതിനാൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. തൊട്ടു പിന്നാലെ മുഹമ്മദ് ഷിയാസ് കോടതി മുറിയിലേക്ക് കയറി. ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ജാമ്യം കിട്ടിയാൽ അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റ് 2 കേസുകളിൽ കൂടി ജാമ്യം കിട്ടിയതിനാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാം. ഇനി അഥവാ ജാമ്യം തള്ളുകയാണെങ്കിൽ റിമാൻഡിലേക്ക്, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ നേരത്തെ ആ പഴയ 2 കേസിൽ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് കോടതി തള്ളുകയും ചെയ്തതാണ്. പക്ഷേ ഇത് പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. അല്പസമയത്തിനകം ഈ കേസ് പരിഗണനയ്ക്കെടുക്കുകയും ചെയ്യും. വലിയ നാടകീയമായ സംഭവങ്ങളാണ് നടന്നത്. ഇപ്പോഴും കോടതിക്കുള്ളിലും പുറത്തും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. കോടതിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. ശരി, ശ്രീകാന്താണ് കോതമംഗലത്തു നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം.